വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത്രയും ദിവസം ഞാൻ ഇട്ട വീഡിയോ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോകുന്നതല്ലേ. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് പോയാലും. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞു നാടാണ്. ചുറ്റിനും കുഞ്ഞു കുഞ്ഞു മരങ്ങളും പിന്നെ നല്ല രസമുള്ള കാടുകളും അങ്ങനെയൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇപ്പം നല്ല റോഡായിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഗ്രന്ഥശാല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ നെയ്യാറിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് കേട്ടോ ഈ സൈഡ്. നമ്മുടെ സിറ്റിയിലൊന്നും കാണാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ കാണാം. ഈ ഗ്രാമത്തിലൊക്കെ പണ്ടൊക്കെ നമ്മൾ കാണുന്നില്ലേ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം രാവിലെ മഴയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വലിയ പ്രശ്നമില്ല. ഒരു 10-15 മിനിറ്റ് നടന്നാൽ മാത്രമേ റോട്ടിലോട്ട് എത്തുള്ളൂ. ഇത് ഞങ്ങളവിടെയുള്ള ഒരു കുഞ്ഞു സ്കൂളാണ്. ഞങ്ങൾക്കും സ്കൂളുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നടന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊരു അരുവിയുണ്ട്. അത് കാണിച്ചു തരാൻ പറ്റത്തില്ല, അപ്പോൾ കാട് കയറി കിടക്കാം. ഇന്നലെ പെയ്ത മഴയിലുണ്ടായതായില്ല ഇത്. ഇങ്ങനെ നടന്ന് മെയിൻ റോട്ടിലെത്തി. ഇനി ഇവിടെ നടന്നിട്ട് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ബസ് കയറിയിരുന്നു. നേരെ കാട്ടാക്കടയിലാണ് എത്താനുള്ളത്. ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴക്കോള് വന്നു തുടങ്ങി. അങ്ങനെ കാട്ടാക്കട ഡിപ്പോയിൽ എത്താറായി. എനിക്ക് ഡയറക്റ്റ് നമ്മളെ തിരുവനന്തപുരം ബസ്സാണ് കിട്ടിയത്. അതുകൊണ്ട് കാട്ടാക്കട ഇറങ്ങി കയറേണ്ടി വന്നില്ല, ഡയറക്റ്റ് തന്നെ പോകായിരുന്നു. ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറും. ഇനി കുറച്ച് സമയം അവിടെ വണ്ടി കിട്ടിയതിന് ശേഷം ഉടനെ എടുത്തി. തിരുവനന്തപുരം ഫാസ്റ്റാണ്, അതുകൊണ്ട് കൂടുതൽ സമയം നമ്മളെ കാട്ടാക്കട എത്തിക്കത്തില്ല. അവരൊരു 10 മിനിറ്റ് പോലും, ഒരു 5-2 മിനിറ്റ് ഇട്ടിട്ട് ഉടനെ വണ്ടി എടുക്കും. വണ്ടി എടുത്തപ്പോൾ തൊട്ടേ നല്ല മഴക്കോളുണ്ട്. കണ്ടോ കാർമേഘമെല്ലാം വന്ന് മൂടി നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ തമ്പാനൂർ എത്തണമെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ വേണം. അങ്ങനെ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ തമ്പാനൂരെത്തി. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. സിറ്റിയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ബ്ലോക്കൊക്കെ ആവും, പിന്നെ നേരെയാവും. എന്തൊക്കെ തന്നെ സിഗ്നലിൽ പോയി നിൽക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത് ബസ് എടുക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇനി നമ്മുടെ തമ്പാനൂരിൽ നിന്ന് അടുത്ത ബസ് കയറും. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് അടുത്ത ബസ് കിട്ടി. പക്ഷെ 15 മിനിറ്റ് ലാഗ് അടിച്ചു ബസ് എടുക്കാൻ. എന്നാലും സാരമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിരക്കായി തുടങ്ങി കേട്ടോ. എനിക്കിതുവരെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.